സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ മോൾ സിസ്റ്റർ നിക്കോൾ ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. Now sister Nicole will sing a song. Praise the Lord. Praise Lord. God bless you all. Thank you, Mole, for the beautiful song. Hallelujah. സ്തോത്രം. പ്രിയ പൈലിനെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നവൻ ജീവിപ്പാൻ ദൈവത്തിന് പ്രയോജനകമായ ജീവൻ നയിപ്പാൻ നിൽക്കണം. ദൈവം നമ്മളെ സഹായിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. Praise the Lord. ഈ ബൈബിൾ സ്റ്റഡിയിൽ നിരന്തരമായി സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനം. പ്രിയ സഹോദരി അവര് കുടുംബമായി ഇപ്പോൾ ബോംബെക്ക് അടുത്ത് അഹമ്മദ് നഗർ എന്ന പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ വേലയുമായി ആയിരിക്കുന്നു.
അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും അവരെ പ്രത്യേകം നന്ദി അവരെ അറിയിക്കുന്നു. തുടർന്ന് അവരെ ഈ ഒരാഴ്ച അവിടെ ആയിരിക്കുമ്പോൾ പ്രത്യേകം അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ബൈബിൾ സ്റ്റഡിയിലും അതുപോലെ പ്രയർ ലൈനിലും മറ്റെല്ലാ ശുശ്രൂഷകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഹകരിച്ച എല്ലാവരോടും അവർ കുടുംബമായ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് അവരോട് പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഓക്കെ, താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയ സാജമനെ കുടുംബമായിട്ട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അവർ ബോംബെയുടെ പ്രദേശങ്ങൾ കർത്താവിന് വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നല്ലോ. അവരെവിടെ കടന്നാലും ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ പരിവർത്തിപ്പാന് അനേക അനുഗ്രഹവും ആശ്വാസമായി തിരുവാന്തങ്ങളും പ്രിയപ്പെട്ടവരെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് പാട്ടുപാടിയ പ്രിയ പൈതലിനെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൾ വളർന്നു വന്ന കർത്താവിന് വേണ്ടി അധികം പ്രകാശിക്കുവാൻ ഹല്ലേലൂയ അനേകരെ കർത്താവിലേക്ക് നേടുവാന് പ്രിയവനെ സഹായിപ്പാനും പ്രാർത്ഥിക്കാം. അവിടെ ഭാവി ദൈവത്താൽ അനുഗ്രഹമായി തിരുവാന്തങ്ങളും മാതാപിതാക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. വചനത്തിലെ ആഴത്തിലേക്ക് ഇറങ്ങി നമുക്ക് പറഞ്ഞിരുവാൻ തക്കണം. കർത്താവിന്റെ ദാസന്റെ കാര്യങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശരീരാത്മകളെ ദൈവം ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ ഈ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ദൈവമേ, ഈ സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. എന്റെ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന കർത്താവേ, അബ്ബാപിതാവേ എന്ന് വിളിപ്പാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ ഇതുവരെ ഞങ്ങൾക്ക് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അപ്പച്ചന്റെ സന്നിധിയിൽ ദൈവമേ വെച്ച എല്ലാ കാര്യങ്ങളും അപ്പച്ചാ നീ ശ്രദ്ധ വെച്ച് കേട്ടതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ദിവസങ്ങളിൽ അതിൻ്റെ മേലെല്ലാം കർത്താവേ ഹല്ലേലൂയ മഞ്ഞും മഴയും അയച്ച് കർത്താവേ എന്റെ ദൈവമേ മറുപടി തന്ന് മാനിക്കുവാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടിയ പൈതലിനായി സ്തോത്രം. ലൈൻ ലീഡ് ചെയ്യുന്ന ദേവദാസനായി സ്തോത്രം കർത്താവേ. തുടർന്ന് ഞങ്ങൾ കർത്താവേ അപ്പച്ചാ അവിടുത്തെ സന്നിധാനെ കർത്താവേ അവിടുത്തെ വചനം പഠിപ്പാനായി ഇരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ നിന്റെ വചനം പഠിപ്പിക്കുന്ന ദൈവദാസനായി സ്തോത്രം. ശരീരാത്മദേഹികളെ ബലപ്പെടുത്തുമാറാകണമേ കർത്താവേ. അവിടുത്തെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം കർത്താവേ ദൈവദാസൻ കർത്താവെ അധികാരത്തോടെ അഭിഷേകത്തോടെ ആത്മനിറവോട് ഞങ്ങളോട് വിളിച്ചറിയിക്കുമ്പോൾ കർത്താവെ കേൾവിക്കാരായ ഞങ്ങളിൽ അത് അനുഗ്രഹമായി വിടുതലായി ദൈവശക്തിയായി ഉപകാരമായി വരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന് പ്രസാദമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവവചനം പഠിപ്പാൻ കർത്താവിന്റെ സഹസ്രാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യോനാ പ്രവചനത്തിന്റെ പ്രാഥമിക പഠനങ്ങളാണല്ലോ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ കൂടെ അതിന്റെ പശ്ചാത്തല പഠനം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് യോനാ പ്രവാചകനെ പറ്റിയും യോനാ പ്രവാചകന്റെ പിതാവിനെ പറ്റിയും യോനാ പ്രവാചകൻ ശുശ്രൂഷ ചെയ്ത കാലയളവിനെ പറ്റിയും നിനവയെ പറ്റിയും ഒക്കെയും നമുക്ക് അറിവ് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഭൂരിപക്ഷവും യോനാ പ്രവാചകൻ ശുശ്രൂഷിച്ച കാലയളവിനെ പറ്റിയായിരിക്കും കൂടുതലായി ചിന്തിക്കുന്നത്. ഹോശയ പ്രവചനത്തിലെ 1-ാം അധ്യായമായിരിക്കും കൂടുതലായി സമയം ഇന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം നാം എടുക്കുന്നത്. ഈ 1-ാം അധ്യായത്തിൽ നിന്നും നാം ചിന്തിക്കുന്നതായ സന്ദർഭത്തിൽ ഹോശയ പ്രവാചകനും യോനാ പ്രവാചകനും സമകാലീനന്മാരായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഇന്ന് യോനാ പ്രവചനം 1-ാം അധ്യായം വായിക്കുന്നതിന് പകരം ഹല്ലേലൂയ സ്തോത്രം ഹോശയ പ്രവചനം 1-ാം അധ്യായം വായിക്കണം. നാം യോനാ പ്രവചന പഠനത്തിന്റെ ഒരനുബന്ധമായിട്ടാണ് അതിന്റെ പശ്ചാത്തല പഠനം വിശകലനം ചെയ്ത് ചിന്തിക്കേണ്ടതിന് വേണ്ടി മാത്രം ഹോശയ പ്രവചനം വായിക്കുകയാണ്. എന്നാൽ നാം അടുത്ത ചൊവ്വ മുതൽ നമുക്ക് അധ്യായത്തിന്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് യോനാ പ്രവചനത്തിലേക്ക് കടന്നു വന്ന് ചിന്തിക്കും. ഇന്നും
യോനാ പ്രവചനത്തിൽ നിന്നായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷം ഇതിന്റെ രണ്ടാം പകുതി യോനാ പ്രവാചകന്റെ ചരിത്ര പശ്ചാത്തലം, താൻ ഏതു കാലത്തെ എങ്ങനെയുള്ള ഒരു കാലത്താണ് പ്രവചിച്ചത് എന്നുള്ളതുകൂടെ ചിന്തിച്ചു കഴിയുമ്പോൾ മുഴുവനും ചിന്തിച്ചില്ലെങ്കിലും ഭാഗികമായി ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകും. ബാക്കിയുള്ളത് അധ്യായ വിഭജന പഠനത്തിൽ കൂടെ ഭാഗമായി നാം ചിന്തിച്ചുകൊള്ളും. ഹോശേയ പ്രവചനം 1-ാം അധ്യായം വായിച്ച് സഹായിക്കണം. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രയേൽ രാജാവായി യോവാശിന്റെ മകനായ യെരോബെയാമിന്റെ കാലത്തും ബേരിയുടെ മകനായ ഹോശേയ്ക്ക് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ദേശം യഹോവയെ വിട്ടു മാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലിയേമിന്റെ മകനായ ഗോമരിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവന് ഇസ്രയേൽ ദൈവം വിതയ്ക്കും എന്ന പേര് വിളിക്കുക. ഇനിയും കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രയേലിന്റെ രക്തപാതകങ്ങളെ യേഹൂ ഗ്രഹത്തോട് സന്ദർശിച്ച് ഇസ്രയേൽ ഗ്രഹത്തിന്റെ രാജ്യത്വം ഇല്ലാതെയാക്കും. അന്നാളിൽ ഞാൻ ഇസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ല് ഒടിച്ചു കളയും എന്നരുളി ചെയ്തു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേര് വിളിക്കുക. ഞാൻ ഇനിയും ഇസ്രയേൽ ഗ്രഹത്തോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല. എന്നാൽ യഹൂദ ഗ്രഹത്തോട് ഞാൻ കരുണ കാണിച്ച് അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്നരുളി ചെയ്തു. അങ്ങനെ അവൾ രൂഹമേ മുലകുടിപ്പിച്ചു മാറ്റിയ ശേഷം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവനെ അമ്മി, എന്റെ ജനമല്ല എന്ന് പേര് വിളിക്കുക. നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കയില്ല എന്നരുളി ചെയ്തു. എങ്കിലും ഇസ്രയേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് ഞാൻ അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് അവരോട് പറയും. യഹൂദ മക്കളും ഇസ്രയേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ച് ദേശത്തു നിന്ന് പുറപ്പെട്ടു പോകും. ഇസ്രായേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവിടുത്തെ സമൃദ്ധി അയക്കണമേ. പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്ന അവിടുത്തെ ജനങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ഞങ്ങളെ ഇറക്കണമേ. വേണ്ടത് സംസാരിപ്പാൻ ആവശ്യമായ കൃപ ഏഴയുടെ മേൽ ചൊരിയുമാറാകണമേ. തിരുമഹത്വം എടുക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ യോനാ പ്രവാചകനെ പറ്റി നാം ഭാഗികമായി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. യോനാ പ്രവാചകൻ ആരായിരുന്നു എന്നുള്ളത് ഭാഗികമായി ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അനുസരണം കെട്ട പ്രവാചകൻ എന്ന്, ഹല്ലേലൂയ, സ്തോത്രം, പലരും അഭിസംബോധന ചെയ്യുന്നതായ യോനാ പ്രവാചകൻ ഒരു സാധാരണ വ്യക്തിയല്ലായിരുന്നുവെന്നും ഒരു ഭക്ത പ്രവാചകന്റെ മകനായി, ഹല്ലേലൂയ, അഥവാ അമിത്തായിയുടെ മകനായി, ഹല്ലേലൂയ, സ്തോത്രം, ഏലിശ പ്രവാചകന്റെ സഹപാഠിയാകുന്ന അമിത്തായിയുടെ മകനായി, ഹല്ലേലൂയ, ഇസ്രയേലിന്റെ തേരും തേരാളിയുമായി ഉയർത്തപ്പെട്ട ഒരു ഭക്ത ശിരോമണിയായിരുന്നു, ഹല്ലേലൂയ, സ്തോത്രം, യോനാ പ്രവാചകൻ എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി. ഗേഹസിക്ക് പകരം ദൈവം ഉയർത്തിയ പ്രവാചകനായിരുന്നു, ഹല്ലേലൂയ, സ്തോത്രം.
2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ നിന്നും യഹോവയായ ദൈവം കണ്ണു തുറന്ന പ്രവാചകനായിരുന്നു. ഉൾക്കണ്ണ് തുറന്നതായ യോനാ പ്രവാചകന്റെ പിന്നീട് അവന്റെ കണ്ണ് ഒരിക്കലും മങ്ങിയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ, യോനാ പ്രവാചകൻ ഹല്ലേലൂയ, സ്തോത്രം, ഏലിശ പ്രവാചകന്റെ കൂടെയും തന്റെ പിതാവിന്റെ കൂടെയും ഹല്ലേലൂയ, സ്തോത്രം നിന്ന് ഹല്ലേലൂയ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ പരിശീലനം ലഭിച്ചവനായിരുന്നു. നല്ല പരിജ്ഞാനമുള്ളവനായിരുന്നു. അതുപോലെ തന്നെ ദേശീയ സ്നേഹം, തന്നിലുള്ള പേട്രിയോട്ടിസം വളരെ ആയിരുന്നു എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു. താൻ ഒരു ആത്മപൂർണനായിരുന്നു. ഒരു ഭ്രാന്തനെന്ന് തോന്നത്തക്കവണ്ണം പോലും താൻ ഒരു ആത്മപൂർണനായിരുന്നു. താൻ ഒരു ധീരശാലിയായിരുന്നത് കൊണ്ടാണ് ആഹാബ് ഗ്രഹത്തെ മാറ്റേണ്ടതിനെ യേഹുവിന്റെ അടുക്കലേക്ക് ഒരു യൗവനക്കാരനായി ഒരു പടക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ പടനായകനെ ഹല്ലേലൂയ മാറ്റി നിർത്തി അവനെ അഭിഷേകം ചെയ്യത്തക്കവണ്ണം ഹല്ലേലൂയ താൻ ധീരശാലിയായിരുന്നു. തന്റെ ജീവിതത്തെ തന്റെ ജീവനെ താൻ ഭയപ്പെട്ടവനല്ലായിരുന്നു. തന്റെ ജീവൻ അപ്പുറമായി ദൈവനാമം ഉയർത്തപ്പെടണം എന്നുള്ള ചിന്തയായിരുന്നു യോനാ പ്രവാചകനെ ഉണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ഹല്ലേലൂയ, സ്തോത്രം, യജമാനൻ തന്റെ ഗുരുവാകുന്ന ഏലിശ പ്രവാചകനെ ശുശ്രൂഷിക്കേണ്ടതിനെ നന്നാ പ്രഭാതത്തിൽ ഉണർന്നതുകൊണ്ടാണ് ആരാം സൈന്യം ഹല്ലേലൂയ ആ വീടിന് ചുറ്റും നിൽക്കുന്നത് കാണുവാൻ നമുക്ക് അദ്ദേഹത്തിന് ഇടയായി തീർന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നന്നാ പ്രഭാതത്തിൽ നീ എന്റെ കാതുകളെ തുറക്കുന്നു എന്ന് ഇശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒരു ശിഷ്യന്റെ നല്ല ഗുണം ഹല്ലേലൂയ യോനാ പ്രവാചകനിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നിനവയിലേക്ക് യോനാ പ്രവാചകനെ അയക്കണമെങ്കിൽ തനിക്ക് നിനവേ ദേശത്തെ ഭാഷ നന്നായി അറിയാമായിരുന്നിരിക്കണം. എബ്രായ ഭാഷ മാത്രമല്ല, അന്നത്തെ ഭാഷയാകുന്ന നിനവയിലെ ഭാഷയാകുന്ന അരാമ്യ ഭാഷ യോനാ പ്രവാചകനെ നന്നായി അറിഞ്ഞിരിക്കണം. ആകയാൽ താൻ ഒരു വിദ്യാ സമ്പന്നനായിരുന്നു എന്ന് നാം ചിന്തിച്ചു. ഹല്ലേലൂയ. ഗത്ഹേഫറുകാരനായതിനാൽ താൻ സെബുലൂൺ ഗോത്രക്കാരനായിരുന്നു എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ യോനാ പ്രവാചകനെ വേദവിദ്യാർത്ഥികൾ വിളിക്കുന്നത് സെബുലൂൺ ഗോത്രത്തിന്റെ വിളക്ക് എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സെബുലൂണും ഹല്ലേലൂയ നഫ്താലി ദേശത്തിലും ഹല്ലേലൂയ തിമിരം നിൽക്കുകയില്ല എന്ന് ഇശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ. പ്രവാചകന്റെ കാലത്തിന് ശേഷം ഇശയ്യാ പ്രവാചകന്റെ കാലമൊക്കെയും ആയപ്പോഴേക്കും ആ ദേശത്തെ തിമിരം അഥവാ ഇരുട്ട് ഉണ്ടായി. എന്നാൽ ഇരുട്ട് സെബുലൂൺ ദേശത്തെ ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം സെബുലൂൺ ദേശത്തെ വിളക്കായി ഹല്ലേലൂയ, സ്തോത്രം, യഹോവയായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവഭക്തനായിരുന്നു യോനാ പ്രവാചകൻ എന്ന് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നാം പാർക്കുന്ന ദേശത്തെ വിളക്കാണ്, നാം ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകം ഇരുട്ടിലേക്ക് അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടാതിരിക്കത്തക്കവണ്ണം അഥവാ എതിർക്രിസ്തുവിന്റെ കാലത്തെ ഉണ്ടാകുവാൻ പോകുന്ന വലിയ കൂരിരുട്ട് കൊണ്ട് ഈ ഭൂമി മൂടാതിരിക്കേണ്ടതിന് ലോകത്തിന്റെ വെളിച്ചമായി കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ദൈവത്തിന്റെ സഭയാണ് എന്ന് നാം ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഹല്ലേലൂയ പ്രവാചകന്റെ ഹല്ലേലൂയ, സ്തോത്രം, തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ യോനാ പ്രവാചകനെ നിനവയിലേക്ക് അയച്ചപ്പോൾ താൻ ഒരു രാജകീയ പ്രവാചകനായി ഉയർത്തപ്പെട്ടപ്പോൾ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ഏലിശാ പ്രവാചകന്റെ മരണശേഷമാണ്. അപ്പോൾ ഏതാണ്ട് കണക്ക് കൂട്ടുമ്പോൾ യേഹുവിന്റെ കാലം മുതൽ നാം കണക്ക് കൂട്ടുന്നതായ സന്ദർഭത്തിൽ യേഹു, യഹോവാസ്, ഹല്ലേലൂയ, സ്തോത്രം, അതുപോലെ തന്നെ യോവാസ്, യെരോബെയാം രണ്ടാമൻ, ഈ 4 രാജാക്കന്മാരുടെ കണക്ക് തന്നെ കൂട്ടുമ്പോൾ ഏതാണ്ട് യോനാ പ്രവാചകന് 1076 വയസ്സ് കാണും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇസ്രയേലിന്റെ തേരും തേരാളിയുമായി ഉയർന്ന് ഹല്ലേലൂയ, സ്തോത്രം, ആ ഉന്നതമായ രാജകീയ ശുശ്രൂഷ താൻ രാജകീയ പ്രവചന ശുശ്രൂഷ താൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യഹോവയായ ദൈവം തന്നെ നിനവയിലേക്ക് നിയോഗിച്ചത്. നിനവയിലേക്ക് തന്നെ നിയോഗിച്ചപ്പോൾ
താൻ നന്നാ വാർദ്ധക്യം ഉള്ള വ്യക്തിയായിരിക്കണം. ആളിലെ 2 രാജാക്കന്മാർ 14 അധ്യായത്തിന്റെ 25 വാക്യം തൊട്ട് അതിന്റെ പശ്ചാത്തല പഠനങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ അതിന്റെ 2 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായം മുതലും ചിന്തിക്കുമ്പോൾ ആളുകളിയ യോനായിക്ക് 10-80 വയസ്സുള്ളപ്പോഴായിരിക്കണം, ഏതാണ്ട് 75-നും 80-നും വയസ്സിനിടയ്ക്കായിരിക്കണം നിനവയിലേക്ക് ഹാലലുയ ഉള്ളതായ ശുശ്രൂഷയ്ക്കായി തന്നെ നിയോഗിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നാം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം ഈ വൃദ്ധനായ യോനാ പ്രവാചകനെ ഇസ്രയേലിന്റെ തേരാളിയുമായി ഹല്ലേലൂയ, സ്തോത്രം, ഇത്ര ബഹുമാന്യനായ ഒരു വ്യക്തിയെ നിയോഗിച്ചത്? വേറെ ഇത്ര പേരില്ലാത്ത ഒരു വ്യക്തിയെ നിയോഗിച്ചിരുന്നുവെങ്കിൽ താൻ പോയേനേമല്ലോ എന്നൊക്കെയും ചിന്തിക്കാൻ തക്കവണ്ണം ലോജിക്കലായിട്ട് ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം പറയാം. കർത്താവിനെ അനേക കാര്യങ്ങൾ റീസണിങ് പറയുവാനുണ്ടെങ്കിൽ തന്നെയും അതിൽ ഹല്ലേലൂയ, സ്തോത്രം, ചില കാര്യങ്ങൾ മാത്രം ഹല്ലേലൂയ എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം ഹല്ലേലൂയ, സ്തോത്രം, യോനാ പ്രവാചകനെ തന്റെ വാർദ്ധക്യത്തിൽ നിനവയിലേക്ക് പോകുവാൻ നിയോഗിച്ചത്? ഒന്ന്, താൻ എലീശാ പ്രവാചകന്റെ പ്രധാന ശുശ്രൂഷകനായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, തനിക്ക് പ്രവചന ശുശ്രൂഷയിൽ ഹല്ലേലൂയ, സ്തോത്രം, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നല്ല പരിചയമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. 2, തന്റെ ഉൾക്കണ്ണെ തുറന്നവനായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായം. 3, ബാല്യം മുതലേ ശുശ്രൂഷയിൽ താൻ പ്രശോഭിതനായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 9 അധ്യായം മുതൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഇൻഫാക്ട് 6 അധ്യായം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. 4, എലീശാ പ്രവാചകന്റെ തൈലപാത്രം തന്നെ മാത്രമേ ഏൽപ്പിച്ചിരുന്നുള്ളൂ. 2 രാജാക്കന്മാരുടെ പുസ്തകം 9 അധ്യായം. എങ്ങനെ നമുക്കത് തെളിയിക്കുവാൻ സാധിക്കും? അക്കാലത്തെ ഹല്ലേലൂയ പ്രധാന പ്രവാചകൻ ഹല്ലേലൂയ, സ്തോത്രം, തന്റെ തൈലപാത്രമായി ആരെയെങ്കിലും അയക്കുന്നെങ്കിൽ തന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു അയച്ചിരുന്നത്. ഹല്ലേലൂയ. താൻ വിശ്വസ്തനായിരുന്നു, താൻ ധീരനായിരുന്നു, തന്റെ സ്വരാജ്യ സ്നേഹം പ്രശംസനീയമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ഹല്ലേലൂയ, നിനവയിലേക്ക് പോകണമെങ്കിൽ രാജാവിന്റെ പെർമിഷൻ വേണം. ചുമ്മാതെ നിനവയിലേക്ക് പോകാനൊക്കത്തില്ല. ഒരു സാധാരണ പ്രവാചകനെ നിനവയിലേക്ക് ദൈവം നിയോഗിച്ചെന്നിരിക്കട്ടെ, ഹല്ലേലൂയ, യെരോബെയാം പറയും നീ പോകണ്ടെന്ന് പറയും. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ പോവുകയാണെങ്കിൽ തന്റെ കഴുത്ത് പോയത് തന്നെ ഇടപാട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ യോനാ പ്രവാചകൻ അങ്ങനെയല്ല. താനൊരു രാജകീയ പ്രവാചകനാണ്. ഹല്ലേലൂയ. യെരോബെയാം രാജാവിന്റെ വല്യപ്പനായ യേഹുവിനെ അഭിഷേകം ചെയ്തത് യോനാ പ്രവാചകനാണ്. ഹല്ലേലൂയ. യേഹുവിന്റെ മകനായ യഹോവാസ്, അവന്റെ മകനായ യോവാസ്, ഹല്ലേലൂയ, രാജാവ് ഇപ്പോൾ ഭരിക്കുന്നതായ യെരോബെയാം രണ്ടാമൻ, ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളവനാണ്. ആകയാൽ യോനാ പ്രവാചകനെ നിനവയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ യെരോബെയാം രണ്ടാമൻ പറയത്തില്ല, പോകണ്ടെന്ന് പറയത്തില്ല. അത്ര ബന്ധമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളതായ പല കാരണങ്ങളാലാണ് ഹല്ലേലൂയ, സ്തോത്രം, നിനവയിലേക്ക് പിന്നെ തനിക്ക് അരാമ്യ ഭാഷ വശമായിരുന്നു. ഇങ്ങനെ ഹല്ലേലൂയ പല കാരണങ്ങളാലാണ് യഹോവയായ ദൈവം ഹല്ലേലൂയ, സ്തോത്രം, തന്നെ നിനവയിലേക്ക് അയച്ചത്. അധ്യായ വിഭജന പഠനത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, എന്തുകൊണ്ടാണ് യോന പോകാതിരുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് യോനയെ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് നാം ചിന്തിച്ചത്. ഇനിയും നാം യോനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് യോനയെ ദൈവം അയച്ചിട്ടും യോന പോകാതിരുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നാം ഹല്ലേലൂയ, സ്തോത്രം, അടുത്ത ഭാഗത്തെ ചിന്തിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ ധന്യമായി സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ നാം വീണ്ടും ചിന്തിക്കേണ്ടത് ഈ പുസ്തകത്തെ പറ്റി ഒരു സാമാന്യമായ പഠനം നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, ഈ പുസ്തകത്തിന്റെ ഹല്ലേലൂയ താക്കോൽ വാക്ക് നാം ആദ്യമേ ചിന്തിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ നാം ഈ പുസ്തകത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം, താക്കോൽ വാക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം ഹല്ലേലൂയ നമുക്ക് അറിയാം. 2 അധ്യായത്തിന്റെ 9 വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യമായിട്ട് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനോ സ്തോത്രത്തോടുകൂടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും,
രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്ക് എന്ന് പറയുന്നത് കൽപ്പിച്ചു, കമാൻഡഡ്, ഹല്ലേലൂയ എന്നുള്ളതാണ്. 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 6-8 വാക്യം. ദൈവം കൽപ്പിച്ചു എന്നുള്ള വാക്ക്, ഹല്ലേലൂയ, ദൈവീക കൽപ്പന കൊണ്ട് ഈ പുസ്തകം നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യത വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പുസ്തകത്തെ പറ്റി യേശു രക്ഷകൻ അവിടുത്തെ പരസ്യ ശുശ്രൂഷയിൽ യോന പ്രവാചകനെ പറ്റി പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 39 മുതൽ 41 വരെയും, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29 മുതൽ 32 വരെയും. ഈ പുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലം എബ്രായ അശൂര്യ ചരിത്രങ്ങളുമായി ബന്ധമുള്ളതാണ്. ഹല്ലേലൂയ. മൂന്നാമതായി, പുരാതന ഗവേഷണങ്ങൾ ഈ പുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യതയ്ക്ക് ഒരു മുതൽക്കൂട്ടായി നിൽക്കുന്നു. 4, ഈ പുസ്തകം സത്യവേദ പുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളുമായി ഇണ ചേർന്ന് കിടക്കുന്നു. 5, അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും ഈ പുസ്തകത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. 6, ഈ പുസ്തകത്തെ യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞിരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഹല്ലേലൂയ. 7, ഹല്ലേലൂയ, സ്തോത്രം, ഈ പുസ്തകത്തിലെ പ്രവചന നിവൃത്തീകരണം ഇതിന്റെ ദൈവനിശ്വാസതയെ താങ്ങുന്നു. 8, യഹൂദ റബിമാരും കാനോനും ഈ പുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യതയെ അംഗീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ നിരവധി കാരണങ്ങളാൽ ഈ പുസ്തകം ദൈവനിശ്വാസ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ വിശകലനം ചെയ്ത് ഇനിയും പഠിപ്പിക്കുകയാണ് എങ്കിൽ ഈ അധ്യായത്തിൽ നിന്നും, ഹല്ലേലൂയ, സ്തോത്രം, മറ്റ് പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ ഓർപ്പിച്ചിട്ട്, ഹല്ലേലൂയ, ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനിരിക്കുന്ന വിഷയത്തിലേക്ക് കടന്നു പോകുവാൻ കൊതിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യോന പ്രവാചകനും ഹല്ലേലൂയ ഏലിയ പ്രവാചകനും തമ്മിൽ വളരെ സാമ്യമുണ്ടായിരുന്നു. ഇരുവരും സ്വരാജ്യ സ്നേഹികളായിരുന്നു. ഇരുവരും ഇസ്രയേലിന്റെ തേരും തേരാളിയുമായിരുന്നു. ഇരുവരും ശുശ്രൂഷ ജീവനെ ഭയപ്പെടാതെ വണ്ണമുള്ളതായിരുന്നു. ഏലിയാവെ ആഹാബിനെയും ഇസബേലിനെയും ഭയപ്പെട്ടു. യോന ഇസ്രയേലിന്റെ ശത്രുവായ അശൂരിനെ ഭയപ്പെട്ടു. ഇരുവരും വടക്കേ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല. എന്നാൽ ഇവർ വടക്കേ രാജ്യത്തെ പ്രവാചകന്മാരായിരുന്നു. ഹല്ലേലൂയ. രണ്ടുപേരും മരണത്തിന്റെ തണലിൽ, ഹല്ലേലൂയ, വെച്ച് ദൈവം ഇടപെടുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ജൂണിപ്പട്രിയുടെ കീഴിൽ നിന്ന് ഏലിയ പ്രവാചകനെയും, ഹല്ലേലൂയ, ചൂരച്ചെടിയുടെ കീഴിൽ നിന്ന്, ഹല്ലേലൂയ, ഇടപെട്ടതായ ഏലിയ പ്രവാചകന്റെ ദൈവമാകുന്ന യഹോവയായ ദൈവം തന്നെ, ഹല്ലേലൂയ, ആവണക്കിന്റെ കീഴിൽ വെച്ച് യോനയോട് ഇടപെടുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇരുവരും ജീവനെ എടുത്തു കളയുവാൻ ദൈവത്തോടെ ആവശ്യപ്പെടുന്നു. ഇരുവരും ശുശ്രൂഷയിൽ നിന്ന് ഓടിപ്പോകുന്നു. ഇരുവരും ദൈവീക മാർഗത്തിൽ പരിപോഷിക്കപ്പെടുന്നു. ദൈവം രണ്ടുപേരെയും ആവർത്തിച്ച് ചോദ്യം ചെയ്യുന്നു. ഇരുവരും ദൈവത്തിനു വേണ്ടി ജാഗ്രതയുള്ളവരായിരുന്നു. ഇരുവരും തങ്ങൾ പോയ പാതയിൽ നിന്ന് ദൈവിക പാതയിലേക്ക് തിരിച്ചു വന്നു. ഇരുവരും രാജാക്കന്മാരോടെ പ്രവചിച്ചവരായിരുന്നു. ഇങ്ങനെ നിരവധി, ഹല്ലേലൂയ, സ്തോത്രം, കാര്യങ്ങൾ, ഹല്ലേലൂയ, യോന പ്രവാചകനും, ഹല്ലേലൂയ, സ്തോത്രം, ഏലിയ പ്രവാചകനും തമ്മിൽ സാമ്യമുണ്ട്. യേശുക്രിസ്തുവും യോന പ്രവാചകനും കൂടെയുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. പ്രവാചകനായ യോന നിനവയിലേക്ക് ഒരടയാളമായി മാറിയതുപോലെ യേശുക്രിസ്തു ഈ കൃപായുഗത്തിൽ ലോകത്തിന് ഒരടയാളമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29 മുതൽ 32 വരെ. യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും കല്ലറയ്ക്കുള്ളിൽ 3 രാവും 3 പകലും കിടന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 39 മുതൽ 41 വരെ. 3, യോന മത്സ്യത്താൽ ഛർദ്ദിക്കപ്പെട്ടതുപോലെ യേശുക്രിസ്തുവും കല്ലറകളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റു. 4, യോനയുടെ പ്രസംഗത്താൽ നിനേവേക്കാർ രക്ഷ പ്രാപിച്ചു. യേശുക്രിസ്തുവിന്റെ രക്ഷാദൂതിനാൽ പാപികൾ നിത്യജീവൻ പ്രാപിക്കുന്നു. 5, പാപത്തിൽ വീണ്ടും മുഴുകിയ നിനവേക്കാർ BC 612 പൂർണ്ണമായി നശിച്ചതുപോലെ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടാത്തവർ നിത്യനരകത്തിന് അവകാശികളാകും. 6, യോന ലോകത്തിൽ നിന്നുമുള്ള അടയാളം.
യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നതായ അടയാളം. ഹല്ലേലൂയ സ്തോത്രം. യോനാ പ്രവാചകനും ഹല്ലേലൂയ സ്തോത്രം യോഹന്നാൻ സ്നാപകനും തമ്മിലുള്ള ബന്ധം. ഇരുവരും പ്രവാചകന്മാർ, ഇരുവരും ദൈവത്താൽ അയപ്പിക്കപ്പെട്ട മാനസാന്തര ദൂതുവാഹികൾ. ഇരുവരും ജനത്തോടെ പാപബോധം വരുത്തുന്നു. ഇരുവരും രാജാക്കന്മാരോടെ പ്രവചിച്ചു. ഇരുവരും മരണഭീതിയില്ലാത്തവർ. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഈ പുസ്തകത്തിൽ ഹല്ലേലൂയ അനേക സാമ്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും നമുക്ക് ഹല്ലേലൂയ പഠിക്കേണ്ടതായ ഒരു കാര്യം യോനാ പ്രവാചകനും ഹല്ലേലൂയ സ്തോത്രം നഹൂം പ്രവാചകനുമാണ്. ഹല്ലേലൂയ സ്തോത്രം. യോനാ പ്രവാചകൻ ഹല്ലേലൂയ സ്തോത്രം അത് ഇന്ന് പഠിക്കുവാൻ ഒത്തില്ല എങ്കിൽ അധ്യായ വിഭജന പഠനത്തോടുള്ള ബന്ധത്തിൽ നാം അത് പഠിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കേണ്ടിയിരിക്കുന്നു. യോന എന്ന പേരിന്റെ അർത്ഥം പ്രാവ് എന്നുള്ളതാണ്. പ്രാവ് എന്ന പേരാണ് അർത്ഥമാണ് യോന എന്ന പേരിന്റെ അർത്ഥം. യോനയുടെ പിതാവിന്റെ അമിത്തായി എന്ന പേരിന്റെ അർത്ഥം സത്യം, ദൈവസത്യം എന്നൊക്കെയാണ്. ദൈവസത്യത്തിൽ നിന്നും ജനിക്കപ്പെട്ട പ്രാവ്. ഹല്ലേലൂയ സ്തോത്രം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രാവ് ഹല്ലേലൂയ സ്തോത്രം പോലെ കുറുകി കരയേണ്ടതിനു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം തന്റെ പിതാവ് ഹല്ലേലൂയ സ്തോത്രം ഇസ്രയേലിന്റെ കഠിന പിന്മാറ്റ സന്ദർഭത്തിൽ ഇസ്രയേലിനു വേണ്ടി കുറുകി കരയുവാൻ ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിനു വേണ്ടിയാണ് ഹല്ലേലൂയ യോനയ്ക്ക് തന്റെ പിതാവ് യോന എന്ന് പേരിടുവാൻ തക്കവണ്ണം കാരണമായത്. യെശയ്യാ പ്രവചനം 38 അധ്യായത്തിന്റെ 14 വാക്യം, അത് യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ 11 വാക്യം. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാ പ്രവചനം 38:14 ഹല്ലേലൂയ ഹിസ്കിയ രാജാവേ പ്രാവ് പോലെ ഞങ്ങൾ കുറുകുന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം പ്രാവിനെ ഹല്ലേലൂയ കുറുകി കരയുന്ന ഒരു വ്യക്തിയോടെ തുലനം ചെയ്ത് ഹല്ലേലൂയ ഉപമിക്കുന്നതായ പക്ഷി പ്രാവാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ ഇനിയും യഹൂദന്മാരുടെ ഇടയിൽ സംഭവിക്കുവാനുള്ള കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ ഭരണകാലത്തെ പ്രാവ് പോലെ കുറുകി ഹല്ലേലൂയ സ്തോത്രം കരയുന്ന ഇസ്രയേൽ മക്കൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന അവസ്ഥയെ പ്രവാചകനായ യെശയ്യാവ് 59 അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഇസ്രയേൽ ദേശം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിനെ പ്രാവ് പോലെ കരഞ്ഞ് കുറുകുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം വിളിച്ച് വേർതിരിച്ചതായ വ്യക്തിയായിരുന്നു യോന. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം പ്രാവ് പരിശുദ്ധ ആത്മാവിനെ കാണിക്കുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ പരിശുദ്ധ ആത്മാവ് പ്രാവ് പോലെയാണ് വന്നത്. യോനയിലുള്ളതായ ആത്മ നിറവിനെ, പരിശുദ്ധ ആത്മാവിന്റെ നിറവിനെ കഴിഞ്ഞ ദിവസം യേഹുവിനോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി. 3, പ്രാവ് വിശുദ്ധിയുടെ പക്ഷിയാണ്. ഹല്ലേലൂയ. ഇസ്രയേൽ മക്കൾ ദൈവത്തിന് യാഗം കഴിക്കുന്നതായ പറവകളിൽ പ്രാവാണ് പ്രധാനമായിട്ടുള്ളത്. ആകയാൽ ഇത് വിശുദ്ധിയുടെ ഹല്ലേലൂയ പക്ഷിയാണ്. ആകയാൽ പ്രവാചകന്റെ വിശുദ്ധിയെ ഹല്ലേലൂയ തന്റെ പേരെ വെളിപ്പെടുത്തുന്നു. കുറുകി കരയുന്നവൻ, ഹല്ലേലൂയ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവൻ, പരിശുദ്ധാത്മ പൂർണ്ണൻ എന്നൊക്കെയും അർത്ഥമാണ് യോന എന്ന പേരിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. ഇനിയും നിങ്ങളുടെ ശ്രദ്ധയെ ഹോശേയ പ്രവചനത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി ഇതിന്റെ പശ്ചാത്തല പഠനം അല്പമായിട്ടെങ്കിലും ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ചൊവ്വാഴ്ച മുതൽ അധ്യായ വിഭജന പഠനത്തിൽ ഏതെല്ലാം കാര്യം നാം മിസ് ചെയ്യുന്നുവോ, ജസ്റ്റ് ലൈക്ക് നഹൂം പ്രവാചകനെ കൂടാതെ യോന പ്രവാചകന്റെ പുസ്തകം നമുക്ക് ശരിക്ക് പഠിക്കുവാൻ ഒക്കത്തില്ല. കാരണം നഹൂം പ്രവാചകനാണ് നിനവയുടെ നാശത്തെ പറ്റി പ്രവചിക്കുകയും ഹല്ലേലൂയ യോന പ്രവാചകന്റേതായിട്ടുള്ള അതേ ഗോത്രത്തിൽ നിന്നും സെബുലൂൺ ഗോത്രത്തിൽ നിന്നും കഫർ നഹൂം എന്നിൽ നിന്നും ഹല്ലേലൂയ നഹൂമിന്റെ ഗ്രാമം എന്നാണ് കാഫർ നഹൂം എന്ന പേരിന്റെ അർത്ഥം. കാഫർ എന്ന പേരിന്റെ അർത്ഥം ഗ്രാമമെന്നും വില്ലേജ് എന്നും, നഹൂം എന്ന പേരിന്റെ അർത്ഥം ഹല്ലേലൂയ പ്രവാചകന്റെ പേരാണ്. കഫർ നഹൂം എന്ന പേരിന്റെ അർത്ഥം നഹൂമിന്റെ ഗ്രാമം എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൂടെ ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സ്തോത്രം നിനവയെ പറ്റിയുള്ള നിനവയുടെ വിടുതലും നിനവയ്ക്ക് വന്ന് BC 612 വന്നു ഭവിച്ച നാശവും
അതിന്റെ കാരണവും നമുക്ക് മനസ്സിലാകുവാൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഇനിയും പഠിക്കുവാൻ സമയമില്ലാത്തതിനാൽ ഭൂരിപക്ഷവും 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 3-4 അധ്യായങ്ങളുടെ വിഭജന സന്ദർഭങ്ങളിൽ നാം ഹല്ലേലൂയ സ്തോത്രം നഹൂമിന്റെ കാര്യത്തെ പറ്റിയും മേ ബി ഒരു ക്ലാസ് ചിന്തിക്കുന്നതായിരിക്കും. കർത്താവെ അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹോശേയ പ്രവചനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് ഇവർ യഹൂദ രാജാക്കന്മാരാണ്. ആ സന്ദർഭത്തിൽ വടക്കേ ദേശത്തെ ഭരിച്ച രാജാവിന്റെ കാര്യവും 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇസ്രയേൽ രാജാവായി യോവാശിന്റെ മകനായ യെരോബെയാമിന്റെ കാലത്തും ഹോശേയ പ്രവാചകൻ വടക്കേ ദേശത്തെ പ്രവാചകനാണ്. ഹല്ലേലൂയ, സ്തോത്രം. വടക്കേ ദേശത്തെ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ശമരിയ തലസ്ഥാനമാക്കി ഭരിച്ചതായ വടക്കേ ദേശം, ആ വടക്കേ ദേശക്കാരുടെ പ്രവാചകൻ തന്നെയായിരുന്നു യോനാ പ്രവാചകനും. ആകയാൽ ഹോശേയ പ്രവാചകനും യോനാ പ്രവാചകനും തമ്മിൽ പരിചയം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അറ്റ്ലീസ്റ്റ് ഹല്ലേലൂയ അവര് തമ്മിൽ കണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. സമകാലീനന്മാരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹോശേയ പറയുന്ന ദൂത് നോക്കുക. ഈ യെരോബെയാമിന്റെ കാലത്ത് 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം ഈ വാക്യത്തിൽ കാണുന്ന യെരോബെയാമിന്റെ കാലത്ത് തന്നെയാണ് ഹല്ലേലൂയ, സ്തോത്രം യോനാ പ്രവാചകനും പ്രവചിച്ചത് എന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. ആ വാക്യങ്ങൾ നാം ഈ യോനാ പ്രവചനത്തിന്റെ പഠനത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ വായിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 2-ാം വാക്യത്തിൽ യോശേയ പ്രവാചകൻ ഉണ്ടായിരിക്കുന്നതായ ദൂത് ഹല്ലേലൂയ പരസംഗത്തിൽ ജീവിക്കുന്നതായ ഒരു സ്ത്രീയെ, ദിബ്ലയാമിന്റെ മകളായ ഗോമരിനെ ഹല്ലേലൂയ, സ്തോത്രം പരിഗ്രഹിക്കുവാനും അവളിൽ കൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനുമുള്ള ദൂതിൽ കൂടെയാണ് ഹല്ലേലൂയ ഹോശേയാവിന്റെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഹോശേയ പ്രവചന പഠനമല്ലാത്തതിനാൽ ഇതിന്റെ ആഴത്തിലേക്ക് കയറി ഈ കാര്യങ്ങളൊന്നുമല്ല ചിന്തിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തല പഠനം, യോനയുടെ പശ്ചാത്തല പഠനം മാത്രമേ നാം ഇപ്പോൾ ഇവിടെ നിന്ന് ചിന്തിക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ ദിബ്ലയാമിന്റെ മകളായ ഗോമർ ഹല്ലേലൂയ വേശ്യയായ ഈ സ്ത്രീയെ വേളി കഴിക്കുന്നത് ഹല്ലേലൂയ ഇസ്രയേലിന്റെ അന്നത്തെ അവസ്ഥ വെളിപ്പെടുത്തുന്നതാണ്. കഠിന പാപത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. വേദവിദ്യാർത്ഥികൾ പറയുന്നത് അന്നത്തെ കാലത്തെ ഇസ്രയേലിലെ സ്ത്രീകളെല്ലാം ഗോമരനെ പോലെ ഉള്ളവരായിരുന്നു. ഒരു ഭക്തയായ സ്ത്രീയെ ഹോശേയായിക്ക് കിട്ടുവാനില്ലാഞ്ഞതുകൊണ്ട് എന്നുപോലും പറയുന്ന വേദവിദ്യാർത്ഥികളുണ്ട്. അതുപോലെ ഹല്ലേലൂയ, സ്തോത്രം ഇസ്രയേൽ കഠിന പാപത്തിൽ ജീവിച്ചിരുന്ന ഒരവസ്ഥയിലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ഹല്ലേലൂയ യോനാ പ്രവാചകന്റെ കാലം എത്ര ഇസ്രയേൽ മക്കൾ എത്ര കഠിനമായ പിന്മാറ്റത്തിലായിരുന്നു എന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും. യോന ഹല്ലേലൂയ അഭിഷേകം ചെയ്ത ഒരു രാജാവായിരുന്നു യേഹു എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ സാധിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. യേഹുവിനെ പറ്റിയുള്ള ദൈവത്തിന്റെ ശുശ്രൂഷ ഹല്ലേലൂയ, സ്തോത്രം ഹോശേയ പ്രവചനത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദിബ്ലയാമിനെ ഹോശേയയിൽ കൂടെ ജനിച്ചതായ മകനെ ഹല്ലേലൂയ ജസ്രിയേൽ എന്ന് പേർ വിളിക്കണം. മലയാളത്തിൽ ഇസ്രയേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ അല്ല, ഇസ്രയേൽ. ഇസ്രയേൽ എന്നുള്ളത് നിങ്ങൾ ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ജസ്രിയേൽ എന്നാണ്. പുതിയ മലയാള ഭാഷാന്തരത്തിലും ജസ്രിയേൽ എന്നാണ് കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ജസ്രിയേൽക്കാരനായിരുന്നു നാബോത്ത് വിശുദ്ധനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഹല്ലേലൂയ ഇസബേലിന്റെ ഒത്താശയാൽ ആഹാബെ പിടിച്ചടക്കി ഭക്തനായ നാബോത്തിനെ കൊന്ന് അവന്റെ അവകാശദേശം പിടിച്ചടക്കി അത് ചീരത്തോട്ടമാക്കി മാറ്റിയ ന്യായവിധിയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ ന്യായവിധിക്ക് വേണ്ടിയും ദേശത്തെ ശുദ്ധീകരിക്കേണ്ടതിനു വേണ്ടിയും ദൈവം അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു യേഹു എന്ന് കാണുന്നത്. ഹല്ലേലൂയ. വടക്കേ ദേശത്തെ 21 രാജാക്കന്മാർ 7 ഡൈനാസ്റ്റിയിൽ കൂടെ ഭരണഗ്രഹത്തിൽ കൂടെ ഭരിച്ചിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവരിൽ അഭിഷക്തനായി ഒറ്റ വ്യക്തിയെ മാത്രം കാണുന്നുള്ളൂ.
വടക്കേ ദേശത്തെ ദാവീദിനെ അഭിഷേകം ചെയ്തു, തെക്കേ ദേശത്തെ ശൗലിനെ അഭിഷേകം ചെയ്തു, ശലോമോനെ അഭിഷേകം ചെയ്തു. ഇതൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ വടക്കേ ദേശത്തെ ഒരു പ്രവാചകനാൽ, ഒരു പുരോഹിതനാൽ അഭിഷക്തനായ രാജാവ് യേഹൂ മാത്രമേ ഉള്ളൂ. യേഹുവിനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ന്യായവിധി ആഹാബ് ഗ്രഹത്തിന്മേൽ വരുത്തി ആഹാബ് ഗ്രഹത്തെ തുടച്ചു മാറ്റി ഇസ്രയേലിനെ ശുദ്ധീകരിച്ച് ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് സ്തോത്രം ദിബ്ലയാമിന്റെ മകനായ ഗോമരിനെ ജനിച്ച മകനെ ജസ്രിയേൽ അഥവാ ദൈവം വിതയ്ക്കും എന്ന് പേര് കിട്ടുവാൻ തക്കവണ്ണം ഇടയായത്. വലിയ ആഴമായ പ്രസംഗമാണ് ഇതിനകത്തെ ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പഠനമാണ് ഇതിനകത്തുള്ളത്. ആ പഠനത്തിലേക്ക് പോകുകയാണ് എങ്കിൽ ഇന്നോ നാളെയോ കൊണ്ടൊന്നും തീരത്തില്ല. ഹോശയ പ്രവചന പഠനമല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ യേഹുവിനെ അഭിഷേകം ചെയ്തതിന്റെ ഉദ്ദേശം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ന്യായവിധി ആഹാബ് ഗ്രഹത്തിന്മേൽ അയക്കുകയും ദേശത്തെ, ഹല്ലേലൂയ, സ്തോത്രം, വടക്കേ ദേശത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ദൈവം ഒരു പ്രത്യേക ശുശ്രൂഷ ഏൽപ്പിച്ചാൽ ആ ശുശ്രൂഷയ്ക്ക് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. മനുഷ്യന്റെ ഇച്ഛപ്രകാരമോ മനുഷ്യന്റെ ഇംഗിതപ്രകാരമോ അല്ല. ദൈവം നമ്മെ എന്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചുവോ ആ ശുശ്രൂഷ നമ്മളിൽ നിറവേറ്റിയെടുക്കുവാൻ തക്കവണ്ണം നാം നിയുക്തരായി തീരണം. നമുക്കറിയാം ശൗലിന്റെ രാജ്യത്വം നഷ്ടപ്പെടുവാൻ തക്കവണ്ണം കാരണം ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തത് അമാലേക്യരെ പൂർണ്ണമായി നശിപ്പിക്കാനായിട്ടാണ്. അവൻ അത് ചെയ്തില്ല. ചെയ്യാഞ്ഞത് കാരണം അവന്റെ രാജ്യത്വം നഷ്ടമായി പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവജനമേ, ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ത്? ഹല്ലേലൂയ. ഏതൊരു മനുഷ്യനും, ഹല്ലേലൂയ, ദൈവത്താൽ വിളിക്കപ്പെട്ട ഏതൊരു മനുഷ്യനും ഒരു പ്രത്യേക ശുശ്രൂഷയുണ്ട്. ഒരു പാസ്റ്റർ ആകണമെന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രവാചകനാകണമെന്നില്ല. ഒരു സാധാരണ വിശ്വാസിക്ക് പോലും ദൈവം പ്രത്യേക പദ്ധതികൾ ആ വിശ്വാസിയെ വിളിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ വിളിയിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. വിളിയാലുള്ള ആശ ഇന്നതെന്നറിയേണ്ടതിന് പൗലോസ് എഫേസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് 1-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആയതുപോലെ തന്നെ നമ്മുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയേണ്ടതിന് നാം പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് യേഹൂ ഗ്രഹത്തിന്റെ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 5-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, ഞാൻ ജസ്രിയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രയേലിന്റെ വില്ല് ഒടിച്ചു കളയും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ യേഹൂ ഗ്രഹത്തെ സന്ദർശിക്കും എന്ന് 4-ാം വാക്യത്തിലൊക്കെ പറയുന്നതിന് ഓരോ വാക്കുകൾക്കും അതിന്റെ അർത്ഥമുണ്ട്. ഹല്ലേലൂയ. യേഹൂ കുതിരപ്പുറത്തെ കയറി കടന്നു വന്നതായ സന്ദർഭത്തിൽ ആഹാബിന്റെ മകനായ യോരാം, ഹല്ലേലൂയ, സ്തോത്രം, യേഹുവിനെ എതിരേറ്റ് എന്ന്, യേഹുവേ നിനക്ക് സമാധാനമോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ അമ്മയാകുന്ന ഇസബേൽ ചെയ്യുന്ന ദുഷ്ടതയും ആഭിചാരവും ഉള്ളിടത്തോളം കാലം എന്തു സമാധാനം എന്ന് പറഞ്ഞു. യോരാം തിരിച്ചു പോയപ്പോൾ ജസ്രിയേൽ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എവിടെയായിരുന്നുവോ അവിടെ വെച്ച് അവനെ എയ്തെ, ഹല്ലേലൂയ, വില്ലുകൊണ്ട് എയ്തെ അവനെ കൊല്ലുകയായിരുന്നു. അങ്ങനെ, ഹല്ലേലൂയ, യേഹുവിന്റെ വില്ല് ആ കാരണത്താലാണ് ആഹാബ് ഗ്രഹം, ആഹാബിലെ അവസാന രാജാവാകുന്ന യോരാം, ഹല്ലേലൂയ, നശിച്ചുപോയത്. അതിനുശേഷമാണ് യേഹു 4-ാമത്തെ ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ രാജാവായി വാഴപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഒരു ഉദ്ദേശം ആഹാബ് ഗ്രഹത്തെ തുടച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു. അവൻ അത് നിറവേറ്റി. എന്നാൽ 2-ാമത്തെ ദൈവത്തിന്റെ പദ്ധതി ഇസ്രയേലിനെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അത് അവൻ നിറവേറ്റിയില്ല. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പറയുന്നത് യൊരോബെയാം 1-ാമന്റെ കാലത്തെ വിഗ്രഹസേവ എങ്ങനെ ഉണ്ടായിരുന്നുവോ ആ വഴിയിൽ തന്നെ, ഹല്ലേലൂയ, യൊരോബെയാം 2-ാമനും പോയി. ഹല്ലേലൂയ. ദേശം, ഹല്ലേലൂയ, പരസംഗം ചെയ്ത് പാപത്തിൽ അകപ്പെട്ടു. നോക്കുക, എന്തൊരു വലിയ അഭിഷേക ശുശ്രൂഷയ്ക്ക് വിളിച്ചതായ ഈ ഭക്തൻ, ഹല്ലേലൂയ, ദൈവം ഉദ്ദേശിച്ചതായ ശുശ്രൂഷ താൻ തികച്ചിരുന്നു എങ്കിൽ തന്റെ ഭരണം കൊണ്ട് തന്റെ കുടുംബമെല്ലാം ഉയർത്തപ്പെടുകയും അവർ നിത്യ രാജാക്കന്മാരായി തീരുകയും ചെയ്തിരുന്നു. എന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, യേഹൂ ഗ്രഹത്തെ ദൈവം തകർത്തു കളഞ്ഞു.
കാരണം ദൈവം ആലോചിച്ചതായ, ദൈവം ഉദ്ദേശിച്ചതായ ശുശ്രൂഷ ചെയ്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹോശേയയ്ക്ക് ഉണ്ടായതായ മറ്റ് 2 പെൺമക്കളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലോഹരുമായും ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 6-ാം വാക്യം, ഹല്ലേലൂയ, കരുണ ലഭിക്കാത്തവൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ 9-ാം വാക്യത്തിൽ ലോ അമ്മി, ഹല്ലേലൂയ, സ്തോത്രം, അത് 3ാമതുണ്ടായതായ കുഞ്ഞ് അവനൊരു മകനാണ്, എന്റെ ജനമല്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രോഫറ്റിക്കലായിട്ട് നാം ഈ അധ്യായം പഠിക്കുകയാണ് എങ്കിൽ യേഹൂ ഗ്രഹം കഴിഞ്ഞതിന് ശേഷം 5ാമതായിട്ട് ഉണ്ടാകുന്നതായ ഗ്രഹത്തെയാണ് പേക്കഹ് ഗ്രഹത്തെ, ഹല്ലേലൂയ, സ്തോത്രം, മഹനെയും ഗ്രഹത്തെയും പേക്കഹ് ഗ്രഹത്തെയുമാണ് ഈ യേഹൂ അല്ലാത്തുള്ള 2 കുട്ടികൾ കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാവചനികമായി നാം അതല്ലല്ലോ ഇപ്പോൾ പഠിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇസ്രയേലിന്റെ നാശമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നോക്കുക, ഹല്ലേലൂയ, ദൈവം ഗ്രഹം മാറ്റി ഭരണം കൊടുത്തിട്ടും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിങ്കിലേക്ക് മടക്കി വരാഞ്ഞതിനാൽ ദൈവം അവരെ കരുണ കാണിക്കാതെ, ഹല്ലേലൂയ, അശൂര്യർക്ക് വിറ്റ് കളയുന്നത് കാണുവാൻ സാധിക്കുന്നു. ദൈവജനമേ, ഇന്ന് രാത്രി നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ നാം നിറപടിയായി നിറവേറ്റിയില്ല എങ്കിൽ നാം മുഖാന്തരം എത്ര പേരാണ് പട്ടുപോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യോനയ്ക്ക് ഈ ഗുഡ് സ്റ്റഡി, ഹല്ലേലൂയ, സ്തോത്രം, തന്റെ വീട്ടിൽ വെച്ച് തന്നെ തനിക്ക് കിട്ടിയതാണ്. ഹല്ലേലൂയ, യോനയ്ക്ക് യേഹുവിന്റെ കാലം മുതൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാഞ്ഞതിനാൽ ഉണ്ടാകുവാൻ പോകുന്ന ന്യായവിധിയുടെ ദൂതൻ തന്റെ ദേശത്ത് വെച്ച് തന്നെ തനിക്ക് കിട്ടിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം, ഹല്ലേലൂയ, യോനയെ ഒരു പങ്കുലമായ ദേശത്തേക്ക് അയച്ചിട്ട് തന്റെ ഒരൊറ്റ പ്രസംഗത്താൽ ഒരു ദേശം മുഴുവനും, ജാതികൾ മുഴുവനും രക്ഷിക്കപ്പെടുന്ന മാനസാന്തരം മനസ്സിലാക്കി. ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനമായ ഇസ്രയേലിനേക്കാൾ എത്രയോ മെച്ചമാണ്, ഹല്ലേലൂയ, കഠിന പാപികളാകുന്ന നിനവേക്കാർ എന്ന് ഗ്രഹിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നിനവയുടെ താൽക്കാലികമായിട്ടുള്ളതായ മാനസാന്തരം ഇപ്പോഴുള്ള സഭാ കാലയളവിനെയും നിനവയുടെ BC 612 നിത്യനാശം, ജാതികൾക്ക് വരുവാൻ പോകുന്നതായ നിത്യനാശത്തെയും ഹല്ലേലൂയ പ്രാവചനികമായി വെളിപ്പെടുത്തുന്നതാണ്. അധ്യായ വിഭജന പഠനത്തോടുള്ള ബന്ധത്തിൽ നാം അത് ചിന്തിക്കുന്നതായിരിക്കും. 4-ാം വാക്യത്തിൽ നോക്കുക, ജസ്രിയേൽ ദൈവം വിതയ്ക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 വിധ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വലിയൊരു പ്രസംഗമാണ്, പണ്ട് ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2 വിധ, ദൈവവിധയും സാത്താന്യ വിധയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ദൈവം വിതയ്ക്കുന്നു, നീതിയുള്ള ന്യായാധിപൻ വിതയ്ക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് ജസ്രിയേലിലാണ് വിതയ്ക്കുന്നത്. ആ വിതയെന്തോ, ഹല്ലേലൂയ, വിതയുടെ ഒരു ഭാഗമായി, ഹല്ലേലൂയ, നമുക്ക് ഏലിയാവിനെ കാണുവാൻ സാധിക്കും. ഏലിയാവിനെയും കാണാം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ, ദുഷ്ടനായ ആഹാബിന്റെ നാശം കാണുവാൻ സാധിക്കും. ഇസബേലിന്റെ നാശം കാണുവാനായിട്ട് സാധിക്കും. അവരുടെ മകനായ യോരാമിന്റെ നാശം കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ ദൈവവിധയിലുള്ളതായ ന്യായവിധിയെ കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും ഒരൊറ്റ വ്യക്തിക്കും ഒഴിഞ്ഞിരിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്ന് സെഫന്യ പ്രവചനത്തിൽ മറ്റു പല പുസ്തകങ്ങളിലും പുതിയ നിയമത്തിൽ പ്രത്യേകമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെങ്കിൽ ക്രിസ്തുവേശുവാകുന്ന അടിക്കപ്പെട്ട പാറയുടെ വിള്ളലിലേക്ക് കയറി ചെല്ലാത്തിടത്തോളം കാലം ഹല്ലേലൂയ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ സാധ്യമല്ല. കൃപയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അവിടുത്തെ തിരുരക്തത്താൽ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിനാൽ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനാൽ ഞാൻ കർത്താവിന്റെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. സാത്താന്റെ വിധയെപ്പറ്റി ഹല്ലേലൂയ നമ്മുടെ കർത്താവ് തന്നെ ഉപമ പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. സാത്താന്റെ വിധ കള വിതയ്ക്കുന്ന ജോലിയാണ്
സാത്താന്റെ വിധ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഉറങ്ങിക്കിടക്കുമ്പോൾ കള വിതയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ രണ്ടു വിധയും ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ രണ്ട് വിധയിൽ കൂടെയും അനേക ഗുണപാഠങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവിക വിത്താകുന്ന, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനമാകുന്ന ദൈവത്തിന്റെ വിത്ത്, ഹല്ലേലൂയ സ്തോത്രം, നമ്മളിൽ വിതയ്ക്കപ്പെട്ട് 100 മേനി വിളയുന്നുവെങ്കിൽ നന്മയുടെ അനുഭവം നമ്മളിൽ ഉണ്ടാകും. യേഹൂവിന് പറ്റിയ അബദ്ധമെന്ന് പറയുന്നത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട പോലെയായിരുന്നു. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് നമുക്കറിയാം, പെട്ടെന്ന് കിളിർത്തു വന്നു. ഹല്ലേലൂയ, ആ കിളിർപ്പ് കണ്ടാ വിചാരിക്കും ഏതാണ്ട് ഇവൻ വലിയവ ചെയ്യാൻ പോകുകയാണെന്ന്. എന്നാൽ വേരില്ലാഞ്ഞതിനാൽ ഉണങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത്. യേഹൂവും അതുപോലെ തന്നെ അവന്റെ അഭിഷേക ശക്തിയാൽ ഒരു ഭ്രാന്തനെ പോലെ അവൻ മുമ്പോട്ട് കടന്നു വന്ന് ആഹാബ് ഗ്രഹത്തെയൊക്കെ കംപ്ലീറ്റ് നശിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യോനാദാവുമായിട്ട് ബന്ധം കൂടുന്നു ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, താൻ ഇസ്രയേലിനെ മടക്കി കൊണ്ടുവന്നില്ല. അവന്റെ വേര് ദൈവത്തിൽ ഉറച്ചതല്ലായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് മാറി മാറിപ്പോയി അത് അവന്റെ തലമുറയ്ക്ക് നാശമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ദൈവവചനവും കഴിഞ്ഞ നാളുകളിൽ നാം ഓരോരുത്തരും കേട്ട ദൈവത്തിന്റെ വചനവും അത് പാറസ്ഥലത്ത് വീണ അവസ്ഥയിലാണോ, ഹല്ലേലൂയ സ്തോത്രം, അതോ നല്ല സ്ഥലത്ത് വീണേ 100 മേനി വിളയുന്ന അവസ്ഥയിലാണോ എന്നുള്ളത് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടനായ സാത്താൻ നാം മയങ്ങിയും മാറിയും ഇരിക്കുന്നതായ സന്ദർഭത്തിൽ കള വിതച്ചിട്ടുണ്ടോ, കള കിളുത്തു വന്നിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും കളകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുകയാണ് എങ്കിൽ അവിടുന്ന് അവയെ ദൂരീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ളവരുടെ കളകൾ പറിക്കുന്നതിനേക്കാൾ പലപ്പോഴും നമുക്കൊക്കെയും പറ്റിയിരിക്കുന്ന അബദ്ധം, മറ്റുള്ളവരുടെ കളകൾ പറിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മളിലുള്ള കളകളെ, എന്നിലുള്ള കളകളെ കാണുവാൻ ഉള്ള ഒരു ഉൾക്കാഴ്ച എനിക്കുണ്ടായിരിക്കണം. ഇന്ന് രാത്രിയിൽ കർത്താവേ, എന്റെ ജീവിതത്തിലുള്ള കുറവുകൾ എന്താണ്? ഹല്ലേലൂയ, സാത്താൻ എന്തെങ്കിലും എന്നിൽ വിതച്ചിട്ടുണ്ടോ? ലോകം, ജഡം, പിശാച് ഇവ എന്തെങ്കിലും എന്നിൽ വന്നിട്ടുണ്ടോ? ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം ഇവ എന്തെങ്കിലും എങ്കിൽ എന്നിൽ ഇഴഞ്ഞ് കയറിയിട്ടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. എങ്കിൽ കർത്താവേ, ഇവ എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരവസ്ഥയിലാണ് യോനാ പ്രവാചകൻ ഹല്ലേലൂയ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. ഹല്ലേലൂയ, യോനാ പ്രവാചകനിൽ കൂടെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് ഇസ്രയേലിന്റെ റെസ്റ്റോറേഷൻ ആയിരുന്നു. ഇസ്രയേൽ റെസ്റ്റോർ ചെയ്യാത്ത അവസ്ഥയിൽ ജാതികൾ റെസ്റ്റോർ ചെയ്യുന്നത് കാണുവാൻ തക്കവണ്ണം ദൈവം ഹല്ലേലൂയ സ്തോത്രം യോനയെ നിനവയിലേക്ക് അയക്കുന്നത് കാണുവാൻ സാധിക്കും. നോട്ട് ജസ്റ്റ് ഫോർ ദാറ്റ്, നിനവയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അധ്യായ വിഭജന പഠനത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യോനയുടെ അടയാളമല്ലാതെ എന്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് കർത്താവ് പറഞ്ഞതിന്റെ കാര്യം അതാണ്. കർത്താവിന്റെ കാലത്ത് ഹല്ലേലൂയ രക്ഷയുടെ ദൂതെ കേൾക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം അന്നത്തെ ഹല്ലേലൂയ യഹൂദന്മാർക്ക് മനസ്സില്ലാതെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ അന്യരും പരദേശികളുമായിരുന്ന നമുക്ക് ഈ കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ, നമ്മുടെ കർത്താവെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഏലിശയുടെ കാലത്ത് ഹല്ലേലൂയ സ്തോത്രം അനേക കുഷ്ഠരോഗികൾ ഇസ്രയേലിൽ ഉണ്ടായിരിക്കെ ഹല്ലേലൂയ നയമാൻ എന്നൊരു വ്യക്തി മാത്രമേ സൗഖ്യം പ്രാപിച്ചുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? നയമാന്റെ പേര് പറഞ്ഞത്, നയമാൻ ഒരു ജാതിയായിരുന്നു. ഇസ്രയേലിൽ അനേക കുഷ്ഠരോഗികൾക്കുണ്ടായിരുന്നു, അവർക്കാർക്കും സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമില്ല. എന്നാൽ ജാതിയായ അരാംകാരൻ നയമാൻ സൗഖ്യം പ്രാപിച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ, ഇസ്രയേലിൽ അനേക വിധവമാരുണ്ടായിട്ടും ഏലിയാവിന്റെ കാലത്ത് സറാഫത്തിലെ വിധവയല്ലാതെ ആർക്കും ഗുണമുണ്ടായില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് കർത്താവ് പറഞ്ഞത്? ഇസ്രയേൽ, ദൈവത്തിന്റെ ജനമായ ഇസ്രയേൽ അനേക വിധവമാരുണ്ടായിട്ടും ആർക്കും ഗുണം പ്രാപിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ സറഫത്ത് എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, സീദോനിലെ സറഫത്ത് എന്ന് പറയുന്നത് ജാതികളുടെ സ്ഥലമാണ്. ആ ജാതികളുടെ സ്ഥലത്തുള്ളതായ ഒരു ജാതീയ വിധവ അനുഗ്രഹം പ്രാപിച്ചു. കർത്താവ് പറഞ്ഞ ഉപമയുടെ അർത്ഥം ഹല്ലേലൂയ സ്തോത്രം, എന്റെ ജനമായ ഇസ്രയേലിനെ മാനസാന്തരപ്പെടുവാനോ
അനുഗ്രഹം അനുഭവിക്കുവാനോ ആഗ്രഹമില്ലാതെ ഇരിക്കുമ്പോൾ ജാതികൾ അനുഗ്രഹം അനുഭവിക്കുന്നു. അതാണ് അത് തെളിയിക്കുവാൻ വേണ്ടിയാണ് ഹോശേയ പ്രവചനവും യോന പ്രവചനവും ഞാൻ വായിപ്പാൻ തക്കവണ്ണം ആ പ്രവാചകൻ ജീവിച്ച കാലത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇനിയും യോന പ്രവചനത്തിന്റെ അധ്യായ വിഭജന പഠനത്തിലേക്ക് നാം റൈപ്പായിരിക്കുകയാണ്. നാം ഏതാണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച മുതൽ 1-ാം അധ്യായ വ്യാഖ്യാന പഠനം നാം എടുക്കുന്നതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രയേലിലുള്ള വ്യക്തികൾക്ക് ഹല്ലേലൂയ സ്തോത്രം യോനയുടെ പ്രവചനം കൊണ്ടോ അതുപോലെ തന്നെ ഏലിയാവിന്റെയോ ഏലിശയുടെയോ ഹോശേയയുടെയോ ഒക്കെ ദൂതുകൊണ്ടോ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹമില്ലാതെ ഇരിക്കുന്നു. എന്നാൽ ജാതികളായിരിക്കുന്ന നിനവേക്കാർ ഹല്ലേലൂയ സ്തോത്രം ഒരു ഹല്ലേലൂയ എബ്രായൻ ചെന്ന് പ്രസംഗിച്ചപ്പോൾ രക്ഷിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നതായിരിക്കാൻ ഇന്ന് രാത്രി ഇടയാകുമാറാകട്ടെ. ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് രാത്രിയിൽ സമർപ്പണത്തിനായി ചില നിമിഷങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. ആർക്കെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ് ഈ സമയം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളിൽ വിതയ്ക്കപ്പെട്ട വചനം 100 മേനി വിളയുന്നുവോ? ഇന്ന് രാത്രി അതിനായി സമർപ്പിക്കുന്നുവോ? രണ്ടാമതായി സാത്താൻ നമ്മളിൽ കള വിതയ്ക്കുന്നുവോ? സ്തോത്രം. എങ്കിൽ അത് നാശമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി യേഹൂവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ യേഹൂ നിറപടിയായി നിറവേറ്റുന്നതിനാൽ തന്റെ രാജഗ്രഹത്തെ ദൈവം മാറ്റി വേറൊരു രാജഗ്രഹത്തെ ആക്കുകയും അതുകൊണ്ട് മാത്രം അവസാനിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രയേൽ അടിമകളായി പോകേണ്ടി വരികയും ചെയ്തു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം നിറപടിയായി നിറവേറ്റിയില്ല എങ്കിൽ അത് നമ്മുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകൾക്കും ദേശത്തിനും അത് നാശമായി ഭവിക്കും. കർത്താവെ, അവിടുന്ന് ഏൽപ്പിച്ച ശുശ്രൂഷ എന്തെന്ന് മനസ്സിലാക്കി വിശ്വസ്തയോടുകൂടെ അത് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയാലല്ലാതെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാലല്ലാതെ, അവിടുത്തെ സഹായമല്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ആകയാൽ ഇന്ന് രാത്രി അതിനായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ദൈവമക്കൾക്കും മാനസാന്തരപ്പെടുവാൻ ആഗ്രഹമില്ലാതെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വീണ് ജീവിക്കുന്നതായ സന്ദർഭത്തിൽ സ്തോത്രം ഗോമറിനെ പോലെയുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ സുവിശേഷം കേൾക്കാത്തതായ സ്ഥലങ്ങളിലേക്ക് ചെന്ന് ഒരു പ്രാവശ്യം സുവിശേഷം കേൾക്കുമ്പോൾ എത്രയോ പാപികൾ രക്ഷിക്കപ്പെടുന്നു. അതൊക്കെയും കർത്താവ് നമുക്ക് ഗുണപാഠമായി നൽകിയിരിക്കുകയാണ്. സറഫാത്തിലെ വിധവ അനുഗ്രഹം പ്രാപിച്ചു. അരാമിലെ നയമാൻ സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കർത്താവേ, സൗഖ്യവും വിടുതലും അനുഗ്രഹവും അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ ഉയർത്തണമേ. അതിനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ കേട്ട വചനം നമുക്ക് 100 മേനി വിളയട്ടെ, അനുഗ്രഹമായി മാറട്ടെ. സമർപ്പിക്കുവാനുള്ള സമയമാണ്. അതിനായി 1 മിനിറ്റ് വേർതിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. കേൾപ്പിച്ച വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ കുടുംബമായി ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദേശത്തിന്റെ വെളിച്ചമായി വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാനായി ഞങ്ങളെ കുടുംബമായി ഏൽപ്പിക്കുന്നു. ദൈവദാസന്റെ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. God bless you. Praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഏഴകൾ കടന്നു വരുന്നു. ഇന്ന് രാത്രി അവിടുന്ന് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. അത് 100 മേനി ഞങ്ങളിൽ വിളയുവാനിടയാക്കണമേ. സമർപ്പിക്കപ്പെട്ട അവിടുത്തെ മകളെ അനുഗ്രഹിക്കുകയും കുഞ്ഞുങ്ങളും കുടുംബങ്ങളും കർത്തൃസന്നിധിയിൽ അനുഗ്രഹം അനുഭവിപ്പാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഇന്ന് രാത്രി ആരെല്ലാം അവിടുത്തെ വചനം കേട്ടുവോ അവരൊക്കെയും ക്രിസ്തുവേശിൽ ബലപ്പെടുവാൻ പുഷ്ടിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. വരും ദിവസങ്ങളിലും കർത്താവേ, ഓക്ലഹോമ പ്രയർ ലൈൻ
ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് നന്മയായി തീരുവാൻ ഇടയാക്കണമേ. നാട്ടിൽ സുവിശേഷ വേലയിലായിരിക്കുന്ന പ്രിയ സാജനെയും കുടുംബമായി ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, സൗഖ്യത്തോടെ മടക്കിക്കൊണ്ടുവരണമേ. കർത്താവെ, അനേകർ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവരെയൊക്കെയും പ്രത്യേകം കാത്ത് സൗഖ്യത്തോടെ മടക്കിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണം. മഹത്വം അങ്ങേക്ക് തരുന്നു കർത്താവ്. ഞങ്ങളുടെ അപേക്ഷകൾ കേട്ടതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. ഇഹത്തിലെ ജീവിതത്തിലൊരാശയുണ്ടെങ്കിൽ, ഇഹത്തിലെ ജീവിതത്തിലൊരാശയുണ്ടെങ്കിൽ അതെന്നേശു മാത്രമേ, അതെന്നേശു മാത്രമേ. കാലം സമ്പൂർണമാകുമ്പോൾ തന്തൂത സേനയുമായി എൻ പ്രാണനാഥനെ ഞാൻ കണ്ടിടും നേരം, വേഗം പോയിടും കൂടെ എന്നെ ചേർത്തിടും താതൻ, വേഗം പോയിടും കൂടെ എന്നെ ചേർത്തിടും താതൻ. ഒരു നാൾ വന്നിടുമെന്റെ പ്രിയൻ, ആ ദിനം ഞാൻ ഇന്നോർക്കുന്നു. അന്നു മാറോടു ചേർക്കുമെന്നേശുനാഥൻ എന്നെ സ്നേഹമായി, എന്നെ സ്നേഹമായി. എനിക്കായൊരുക്കിയൊരു വീട്ടിൽ എൻ പിതാവിൻ ചാരെ, എനിക്കായൊരുക്കിയൊരു വീട്ടിൽ എൻ പിതാവിൻ ചാരെ എന്നെ ചേർക്കാനായോ, എന്നെ ചേർക്കാനായി. കാലം സമ്പൂർണമാകുമ്പോൾ തന്തൂത സേനയുമായി എൻ പ്രാണനാഥനെ ഞാൻ കണ്ടിടും നേരം, വേഗം പോയിടും കൂടെ എന്നെ ചേർത്തിടും താതൻ, വേഗം പോയിടും കൂടെ എന്നെ ചേർത്തിടും താതൻ. ഞാൻ എന്റെ വേല തികച്ചു, യജമാനൻ തന്നോടെ മൊഴികൾ നിനച്ചു, പാർത്തിടുമെന്ന